കർക്കിടകം എന്നത് മലയാള കാലണ്ടറിലെ ഏറ്റവും ആഴത്തിലുള്ളതും ആത്മീയത നിറഞ്ഞതുമായ ഒരു മാസമാണ്. ഇതിന്റെ പ്രത്യേകതകൾ പലതായിട്ടുള്ളതും ആത്മപരിശുദ്ധിക്കും ആത്മബന്ധത്തിനും അത്യന്തം അനുയോജ്യവുമായ കാലഘട്ടം കൂടിയാണ്. കർക്കിടക മാസത്തിൽ ഐശ്വര്യവും സമാധാനവും ലഭിക്കാൻ പ്രാചീന സംസ്കാരത്തിലും പുരാണങ്ങളിലും അടിസ്ഥാനമാക്കിയുള്ള ചില ആത്മീയ കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യാൻ നിർദ്ദേശിക്കുന്നു. ഇത് ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉത്തമഫലങ്ങൾ നൽകും. കർക്കിടക മാസത്തിൽ ഐശ്വര്യം ലഭിക്കാൻ ചെയ്യേണ്ട 12 കാര്യങ്ങൾ. രാമായണ പാരായണം. കർക്കിടക മാസത്തെ രാമായണ മാസം എന്നും പറയുന്നു. അധ്യാത്മരാമായണത്തിൽ നിന്നുള്ള കിളിപ്പാട്ട് പാരായണം പ്രതിദിനം നടത്തുക. ഇത് ദുഃഖങ്ങൾ നീക്കുകയും ഐശ്വര്യവും കുടുംബസൗഖ്യവും വരവേൽക്കുകയും ചെയ്യുന്നു. കർക്കിടക കഞ്ഞി കഴിക്കുക. ശരീരശുദ്ധിക്കും രോഗപ്രതിരോധ ശേഷിക്കുമുള്ള ആയുർവേദ കഞ്ഞി. നവധാന്യങ്ങൾ, തിപ്പലി, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്നത്. ഈ കഞ്ഞി ശരീരത്തിന് ഊർജവും മനസ്സിന് ശാന്തിയും നൽകുന്നു. ദാരിദ്ര്യനാശക ദാനം ചെയ്യുക. ഭക്ഷ്യധാന്യം, വസ്ത്രം, ഒലിവില്ലാത്തവർക്കു ഭക്ഷണം മുതലായവ ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അനാഥശാലകൾക്കും ഗൃഹനിയോഗിതർക്കും സഹായിക്കുക. നിത്യ ഭഗവതാരാധന. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീലക്ഷ്മി എന്നിവർക്ക് നിത്യം ഭക്തിപൂർവ്വം പൂജ നടത്തുക. പ്രത്യേകമായി ശ്രീമഹാലക്ഷ്മി മന്ത്രം ശ്രീം ഹ്രീം ക്ലീം മഹാലക്ഷ്മിയെ നമഃ 108 പ്രാവശ്യം ജപിക്കുക. തുളസിയുടെ പൂജ. വീടിന്റെ മുൻവശത്ത് തുളസി തോട്ടം നിർമ്മിച്ച് തുളസി പൂജ ചെയ്യുക. തുളസി സ്പർശിച്ച വെള്ളം പ്രസാദമായി സ്വീകരിക്കുക. ശനിദോഷപരിഹാര പൂജ. ശനിദോഷം ശാന്തമാക്കുന്ന ഹനുമാൻ ചലിസയോ ശനിദേവാരാധന നടത്തുക. ശനിയാഴ്ച കറുത്ത ഉഴുന്ന് ദാനം ചെയ്യുന്നത് ഐശ്വര്യം നൽകുന്നു. പിതൃതർപ്പണം, പിതൃക്ഷേത്ര ശുദ്ധി. കർക്കിടകത്തിൽ പിതൃകൃത്യങ്ങൾ നടത്തുന്നത് വലിയ ഐശ്വര്യഫലങ്ങൾ നൽകും. നീരാറുകളിലും പിതൃബലികൾ നൽകുക. ശിവപൂജ. ഓം നമഃ ശിവായ ജപം 108 പ്രാവശ്യം ദിവസേന ചെയ്യുക. രുദ്രാഭിഷേകം, ശിവലിംഗ പൂജ, ദാരിദ്ര്യ നിവൃത്തി. ദീപം തെളിക്കുക. ദീപാരാധന. വെള്ളക്കൊണ്ട് നിർമ്മിച്ച നെയ്യ് ദീപം വൈകുന്നേരങ്ങളിൽ ദേവാലയങ്ങളിലും വീടുകളിലും തെളിക്കുക. കൃഷ്ണൻ, വിഷ്ണു, ദുർഗ, ലക്ഷ്മി എന്നിവർക്ക് ദീപം സമർപ്പിക്കുക. ശുദ്ധശീലങ്ങൾ പാലിക്കുക. സത്യം, അഹിംസ, ബ്രഹ്മചര്യം, ശുദ്ധത ഈ 4 നിത്യധർമ്മങ്ങൾ കർശനമായി പാലിക്കുക. ആരോഗ്യാനുഷ്ഠാനങ്ങൾ. ദിവസം 2 തവണ തൃപ്പുണിത്തുറ ചന്ദനം, ഗന്ധം, തുളസി വെള്ളം മുതലായവ കൊണ്ട് ശരീരം ശുദ്ധമാക്കുക. അഷ്ടലക്ഷ്മി നമസ്കാരം. 8 ലക്ഷ്മികൾക്കുള്ള നമസ്കാരം ചെയ്താൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കും. ആദിലക്ഷ്മി, ധാന്യലക്ഷ്മി, ധനലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, വിദ്യാലക്ഷ്മി, വിജയലക്ഷ്മി, ധൈര്യലക്ഷ്മി. ലളിത ജപവും ശതംകൃത്യങ്ങളും. ശ്രീലളിത സഹസ്രനാമം പാരായണം. ശതംകൃതി ശത്രുനാശം, ദാരിദ്ര്യനാശം, മഹത്തായ ഫലങ്ങൾ നൽകുന്നു. ഈ മാസം ആത്മവിശുദ്ധിയും ഭഗവതാനുഗ്രഹവും നേടാൻ ഉത്തമമായ സമയമാണ്. വിശ്വാസപൂർവ്വം അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ചാൽ ഐശ്വര്യവും സന്തതിയും അനായാസം വരവായിരിക്കും. ഈ കർമ്മങ്ങളിൽ ഉപയോഗിക്കാവുന്ന മന്ത്രങ്ങൾ, പൂജാക്രമം എന്നിവയുടെ PDF വേണ്ടവർ കമന്റ് ചെയ്യുക.